അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമരസുഖാണല്ലോ. ഒരു ചെറിയ സംശയം. ഒരാൾ സ്വന്തം നാട്ടിൽ ളുഹർ നിസ്കാര സമയത്തുണ്ടാവുകയും ഒരു 3:45 അല്ലെങ്കിൽ ഒരു 3:30 മണിയായപ്പോഴേക്കും മൂപ്പര് ട്രെയിൻ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അദ്ദേഹം കൊല്ലത്തുനിന്ന് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. സ്ഥലം മൂപ്പര താമസ സ്ഥലം കൊട്ടിയം സങ്കല്പിക്കുക. കൊട്ടിയവും കൊല്ലം തമ്മിൽ ഒരു 10-20 കിലോമീറ്റർ വ്യത്യാസമുണ്ട് താൻ. മൂപ്പര് സ്വന്തം സ്ഥലം കൊട്ടിയമാണ്. മൂപ്പര് കൊല്ലത്തു നിന്നാണ് മൂപ്പര് ട്രെയിൻ കയറുന്നതെങ്കിൽ അദ്ദേഹത്തിന് ളുഹർ നിസ്കാരത്തെ അസർ നിസ്കാരവുമായി ബന്ധപ്പെടുത്തിയിട്ട് അയാൾ നാട് വിട്ടിട്ട് അദ്ദേഹം സ്വന്തം നാട് വിട്ട് കൊല്ലത്തെത്തിയിട്ട് ഈ ളുഹറും അസറും കൂടി മുന്തജ് ജമആക്കാൻ പറ്റുമോ ഇല്ലയോ? അങ്ങനെ പറ്റുമെങ്കിൽ അതിൻ്റെ ഇബാദത്ത്, പറ്റൂലെങ്കിൽ അതിൻ്റെ ഇബാദത്ത് നിറ്റെന്ന്. വലിയ സന്തോഷം. 132 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയാണെങ്കിൽ അവിടെ ജമ്മും കസ്റുവാക്കാം. അല്ലാതെ മുഴത്തമതനുസരിച്ച് ജമ്മും കസ്റുവാക്കാൻ വകുപ്പില്ല. പിന്നെ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, സമയത്ത് വക്തില് ഫുള്ളായിട്ട് യാത്രയിലായിരിക്കും. ഒരു വക്തില് ളുഹറിലോ അല്ലെങ്കിൽ മഗ്‌രിബിലോ അങ്ങനെ ഏതെങ്കിലും ഒരു വക്തിൽ യാത്ര ആയിരിക്കും. ഇശാഇന്റെ തുടക്കത്തിൽ എത്തുകയും ചെയ്യും. സംഗതിയാണെങ്കിൽ വൈദ്യുതിയൊന്നും ഇല്ലാനും. അപ്പോൾ പിന്നെ ഈ മഗ്‌രിബ് ഖളാക്കാണോ അതല്ല പിന്നെ ബൈക്കിൽ വെച്ച് സൗകര്യം പോലെ നിസ്കരിക്കണോ? ളുഹറും അതുപോലെ തന്നെ. അത്തരമൊരവസ്ഥ വന്നാൽ നിസ്കാരം ഒഴിവാക്കേണ്ടതില്ല. നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ നമ്മൾ പിന്നെ നിസ്കാരം ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ട് അവിടെ ബൈക്കിൽ വെച്ച് നിസ്കരിക്കുക. സാധിച്ചില്ലെങ്കിൽ അവിടെ നമ്മൾ എവിടെയാണോ പോകുന്നത് അവിടെ പോയിട്ട് നിസ്കരിക്കുക തന്നെ. കലാലാണ്. അപ്പോൾ കാരണത്തിന് വേണ്ടി കലാലാണല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അല്ലാഹു തആല അഫു ചെയ്യും എന്ന് മനസ്സിലാക്കാം. പിന്നെ ഫാനി ഉണ്ട്. ഫാനി പറയുന്നത് യാത്രയാണെങ്കിൽ അത് ഈ പറയപ്പെട്ട വൈദ്യുതിയില്ലെങ്കിലും യാത്ര ആണെങ്കിൽ അതിന് ജംആക്കാം. കസ്ർ പറ്റൂല, കസ്ർ ജംആക്കാവുന്നുണ്ട്. ആ ഫാനി അംഗീകരിച്ചുകൊണ്ട് തക്ബീർ ചെയ്തുകൊണ്ട് നമുക്ക് ജംആക്കാവുന്നതാണ്. അത് അത്യാവശ്യമായ ഘട്ടമായത് കൊണ്ടാട്ടോ. അല്ലാത്ത ഘട്ടത്തിലൊന്നും ഇങ്ങനെ മുഴത്തമതിനെതിരായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല.